ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ അഞ്ചാമത്തെ ചാപ്റ്ററിൽ ഒരു ആക്ടിവിറ്റിയിലെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ചോദ്യം ചോദിക്കാൻ ആൻസർ ഒരു ക്വസ്റ്റൻ ആണെന്ത്, എർത്തിന്റെ ഇന്നർ പാർട്ട് അഥവാ ഭൂമിയുടെ ഉൾഭാഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എങ്ങനെ ലഭിച്ചത്. ഈ പോയിന്റ്സ് ഒന്ന് അവിടെ ആഡ് ചെയ്ത് വെക്കണേ. ഇതിനെ കൂടെ തന്നെ നിങ്ങൾ എന്തുകൂടി പഠിക്കണം, നമ്മുടെ എർത്തിന്റെ ഇന്നർ പാർട്ട് കോറ്, ക്രസ്റ്റ്, മാൻഡിൽ ഉണ്ട് അല്ലേ. ഏറ്റവും മുകളിലുള്ള ഭാഗത്തെ കോർ അഥവാ കാമ്പ് എന്നും ഇവിടെ മാൻഡിൽ അഥവാ മാൻഡിൽ എന്നും ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്നും വിളിക്കുന്നു. ഇത് മൂന്നിൻ്റെയും ഫീച്ചേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ വരാ, ഇതിന് കൂടെ രണ്ട് ടോപ്പിക് കൂടി നിങ്ങൾ എക്സ്ട്രാ പഠിച്ചിരിക്കണം. ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടി പടലങ്ങൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് എത്തിയത്. ഈ മൂന്ന് പോയിന്റ്സ് ഓർത്ത് വെക്കണേ. ഇതിനെ കൂടെ തന്നെ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിന് വിവിധ പാളികളുണ്ട് അല്ലേ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓരോ ലെയറിനെയും ഫീച്ചേഴ്സ് മാത്സ് ദ ഫോളോയിങ് ആയിട്ടൊക്കെ എക്സാമിൽ ചോദിച്ചേക്കാം. ലോവസ്റ്റ് ലെയർ താഴ്ന്ന പാളി ഏതാ, ട്രോപ്പോസ്ഫിയർ ആണ്. കോൾഡസ്റ്റ് ലെയർ തണുത്ത പാളി ഏതാണ്, മിസോസ്ഫിയർ ആണ്. ഓസോൺ കാണുന്ന പാളി ഏതാ, സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഹോട്ടസ്റ്റ് ലെയർ ആൻഡ് അയോൺസ് കാണുന്ന പാളി ഏതാ, തെർമോസ്ഫിയർ ആണ്. ഏറ്റവും ചൂടുള്ളത് ഏതാ, തെർമോസ്ഫിയർ ആണ്. ഈ പോയിന്റ്സ് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഓസോൺ പാളി നമ്മൾ എന്തൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഓസോൺ പാളി ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നുള്ള ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഇത്രയുമാണ് അഞ്ചാമത്തെ ചാനൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്.